ഹലോ ഗായ്സ്, അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കോവളത്ത് പോകണം. കോവളത്ത് എന്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ചേട്ടൻ്റെ പിള്ളേരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ പോയില്ലെന്ന് ഞാൻ വന്നിട്ട് പോയില്ല എന്നുള്ള പരാതി. ആകെ ഞാൻ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കിന്ന് അവിടെ പോവാം. അവിടെ നല്ല വിശാലമായ കടലൊക്കെ ഉണ്ട്. പിന്നെ കടൽ ഭാഗത്തും നല്ല കാറ്റും ഒക്കെ കൊണ്ട് നമുക്ക് അവിടേക്ക് ഒന്ന് കറങ്ങാം. പിന്നെ അവിടുത്തെ എൻ്റെ അനിയത്തിമാരെയൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇന്ന് അവിടുത്തെ വ്ളോഗാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് നേരെ ഇനി അവിടേക്ക് പോവാം. അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് പോണത്. അപ്പോൾ അമ്മയും കൊണ്ട് പോവാം. അപ്പോൾ എന്താ അവിടെ ചിരിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഇന്ന് അവിടെ പോയത്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് കാണാം. ഞാൻ അവരെയൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അതേപോലെ തന്നെ വീഡിയോ കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തി വെയിറ്റ് ചെയ്ത് ഈ കിടക്കത്തെ വെറൈറ്റി വീഡിയോകൾ വരുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ വീടെത്തി. മാമൻ്റെ വീടെത്തി. മാമൻ്റെ അമ്മയുടെ ചേട്ടൻ്റെ വീടെത്തി ഇതാണ് കേട്ടോ. ഇതാണ് ബൈപ്പാസ് റോഡ്. ഇതാണ് പുതിയ റോഡ്, മറ്റേ NH66 ഉണ്ടാ. ഇത് വീട്. അപ്പോൾ ഇവിടെ നിന്ന് എന്നെ അറിയാം കേട്ടാ, ചെറുതിലെ കണ്ടതാണ്. എറ്റടാ ടെട്ടടറ്റ. ഇത് നമ്മളെ അനിയൻ ചക്കൻ. കമ്പ നീ എന്താ അതിനെ അടിക്കാൻ പോണാടാ? ഇനി അവിടെ ഇരിക്കാൻ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞ അവിടെ ഇരിക്കും. അമ്മ എന്നെ അറിയാമോ ഒന്ന്? മോളും മാളൂട്ടിയൊക്കെ എവിടെയാണ്? ഇനിയിപ്പോ കുറച്ച് കൂടും. ഇനി ഭയങ്കര ഇതായിരിക്കും. ചെറിയ അനിയത്തിയില്ല. മോള് ഒരു ഹായ് കൊടുത്ത. ഹായ്. രണ്ടാമത്തോള് ഡോറ് പോയി അടച്ചാൽ മതി ക്യാമറ. അത് രണ്ടാമത്തെ അല്ലേ, മൂത്തത് മോനൂട്ടനുണ്ട്. മുടിയൊക്കെ ചീവി കൊടുക്കണം അമ്മാമ്മ. മാമ ഇരുന്നിട്ട് മുടിയൊക്കെ ചീവി കൊടുക്കുകയാണ്. മാമിയുടെ അമ്മ. മാമി വാ. അങ്ങനെ മോള് ഇതാ ഇവിടെ കരിയൊക്കെ എഴുതി സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പം ഇവരൊക്കെ വീട്ടിലേക്കാണ്. നമുക്ക് നേരെ ഇനിയിപ്പം മോൻകുട്ടൻ്റെ കൂടെ ഇവിടെ കോവളത്ത് ഇവിടെ ഒരു സ്പോട്ടുണ്ട്. അവിടെ നമുക്ക് കുറച്ചൊന്ന് കാണാൻ പോവാം. ഞാൻ വെയിലൊക്കെ അടിച്ച് ഒരു കോലായി. മാമി കണ്ടയക്കണ്. മാമി മാമിക്ക് കാണാം. അപ്പം ഞാനിനിയിപ്പം അവൻ്റെ കൂടെ പുറത്ത് പോവുകയാണ്. അപ്പം നമുക്ക് നേരെ ഇനിയിപ്പം അടുത്ത് കുറച്ച് കടൽ തീരത്ത് കുറച്ച് കാഴ്ചകളുണ്ട്. അത് കാണാൻ വേണ്ടി പോവാം. ഭയങ്കര ചൂട്. ഇതങ്ങനെ നമ്മൾ നേരെ ബൈക്കിൽ മോനോട്ട് നമ്മളെ കൊണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. മോനോട്ട് നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് നേരെ നമ്മൾ പോവുകയാണ്. ഏതോ ഒരു ഹിഡൻ സ്പോട്ടിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് സുഹൃത്തുക്കളെ നമ്മളെ കൊണ്ടുപോവുകയാണ്. എന്താവുമെന്ന് നമുക്കറിയില്ല. ഇവൻ കൊണ്ടുവന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദ്ര ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് കൊണ്ടുവന്നത്. സമുദ്ര ബീച്ചിൽ എത്തി നേരെ ഇവിടെ എവിടെയെങ്കിലും ഈ വണ്ടി വയ്ക്കുക. വയ്ക്കുക, നേരെ ഇറങ്ങുക. ഇവൻ പറഞ്ഞ സ്പോട്ടിലേക്ക് പോവാം. ഇതാണ് ഏത് ബീച്ചാണ് പറഞ്ഞു പറഞ്ഞത്? സമുദ്ര ബീച്ച്. അവിടെ ചെയറൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ പോയി ഇരിക്കാൻ കേട്ടോ. ഒത്തിരി നേരത്തെ ഞാൻ മുന്നേ വന്നായിരുന്നു. അപ്പോൾ ഞാൻ ക്യാമറ എടുത്തില്ലേ. അപ്പോൾ ഇവനാണ് പറഞ്ഞത് കുറച്ച് ക്യാമറ എടുത്തിട്ട് അപ്പം നമുക്ക് വീഡിയോ എടുക്കാം. അങ്ങനെ നേരെ ഞാൻ ക്യാമറയൊക്കെ എടുത്ത് നേരെ പോയാ. പ്രോഗ്രാം ഒക്കെ കിടക്കണേ. ഏതാ? എല്ലാ പ്രോഗ്രാംസും
കൊള്ളാല്ലേ. അപ്പം നമുക്ക് നേരെ നടന്ന് സമുദ്രത്തിൻ്റെ അതിലേക്ക് കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ് സുഹൃത്തുക്കളെ. ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വ്യൂ കിട്ടുമെന്നും പറഞ്ഞാണ് ഇവൻ എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ വന്നത്. പിക്ചറൊക്കെ സൂപ്പർ. ഇവിടുന്ന് കുറേ പേരണോടാ നിങ്ങൾ നടത്തിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത്. അവർക്കൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ മാമിക്ക് പിള്ളേർക്കൊക്കെ ഭയങ്കര നാണം, വീഡിയോയിൽ വരാനായിട്ട് ഭയങ്കര നാണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലും കൊണ്ട് ഞാൻ ഒരു കോലായി വന്ന് സ്റ്റെപ്പ് കയറി പയ്യെ നടക്കാം. അടിപൊളിയല്ലേ. അപ്പുറത്ത് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് കോവളം ബീച്ച് കേട്ടോ. തൊട്ടപ്പുറത്താണ് കോവളം ബീച്ച്. നടക്കാതിരുന്ന് നടന്നപ്പം ഭയങ്കരമായിട്ട് കിതക്കുന്നു. ഇതിനകത്തൂടെയൊക്കെ ആൾക്കാർ കയറി പോകൂടാ. ഇവനങ്ങനെ ഒരു ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്നു വരാൻ പറ്റുന്ന പാടേ ഞാൻ. എൻ്റെ അമ്മ കിതപ്പ് നടക്കാതേക്ക് കിതപ്പ്. ഇതാണ് അവൻ പറഞ്ഞ സ്പോട്ട്. അതേതാടാ ഹോട്ടൽ ഏതാടാ? അതാണ് ഗൈസ് ലീല ഹോട്ടൽ. ഓക്കെ സെറ്റ്. പിള്ളേരൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. അങ്ങനെ കപ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കാം കേട്ടോ. നൈസാ. അപ്പോൾ നമുക്ക് ഏത് ഇതായിരുന്നു ഹിഡൻ സ്പോട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പം ഇവിടെ നിന്ന് പോകും. ഞാൻ വിചാരിച്ചു ഇപ്പം പറയണയൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു സെറ്റാണ്, അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷെ കൊള്ളാൻ കുഴപ്പമില്ല. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഇത് മനോഹരമായ കാഴ്ച തന്നെ, കുഴപ്പമില്ല. കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ പറ്റും. ബംഗാളികളാ? ഏടാ ബംഗാളികളാ? ഗൈസ് അടിപൊളിയായിരുന്നു. ഞാൻ എന്തായാലും ഇവിടുത്തെ ലൊക്കേഷൻ നിങ്ങൾക്ക് അയച്ചു തരാം. നടന്ന് വരാനുള്ളതേ ഉള്ളൂ. നല്ലതാ, വന്നൊക്കെ നോക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. നമുക്കിനിയിപ്പോൾ ഇവിടെ നിന്ന് പോവാം, നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് പിള്ളേരെ ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. ഇവൻ വിളിച്ചുകൊണ്ട് വന്നത് എന്നെ നടത്തിച്ച് എന്നെ പണ്ടാരാക്കി കഴിഞ്ഞു. അങ്ങോട്ട് പോയിട്ട് എനിക്ക് ചെയ്യാം. പോടാ, ചെരുപ്പൊക്കെ സ്ലിപ്പാവും. ഞാൻ ഇതൊക്കെ ഇട്ടുണ്ടോ തിരിച്ച് കയറിയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട്. ഇനി ഞാൻ വീട്ടിൽ പോണ്. ഗൈസ് ഇതാണ് ഇവിടെയാണ് കേട്ടോ, ഇതിൻ്റെ തൊട്ടപ്പുറമാണ് കോവളം ബീച്ച് കേട്ടോ. അവിടെ കണ്ടോ അവിടെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോവാം. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ട് ഇനിയിപ്പോൾ അവരെയും കൊണ്ട് വേറൊരു വീട്ടിൽ പോകണം ഗൈസ്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അവർക്കങ്ങനെ വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. മൊത്തത്തിൽ പറഞ്ഞ കണക്കല്ലേ വീഡിയോയിൽ വരാൻ എല്ലാവർക്കും ഭയങ്കര നാടാണ്. ഞാൻ ആലോചിക്കും നമുക്ക് എൻ്റെ സ്ട്രീമിങ് പരിപാടിയാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് എന്നെയും കാണാം, എനിക്ക് നിങ്ങളെ കാണാം 24 മണിക്കൂർ. അത് നിങ്ങളെല്ലാം പറയും എന്താ ചെയ്യാൻ ആലോചിച്ചു. എന്താ ഭംഗി, നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഇവിടെ വന്നിരിക്കുക, വർത്താനം പറയുക, ചായ കുടിക്കുക, ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക. നമുക്കിവിടെ നിന്ന് പോവാം. ചൂട് സഹിക്കാൻ വയ്യ സുഹൃത്തുക്കളെ. കാണാൻ ഗൈസ് ഇതിങ്ങനെ ചാടി വരും. അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ വന്ന് തിരിച്ച് ഗൈസ്. അവരൊക്കെ നല്ല വൃത്തി കണ്ടില്ലല്ലേ. അങ്ങനെ മാമിയും അമ്മയും അവിടെ ചിരിച്ചിരിക്കുക. മോളുവിൻ്റെ ബാഗൊക്കെ കണ്ടു. ഇതെന്തുവാ? ഇതാണ് എൻ്റെ ബാഗ്.
മേക്കപ്പ് എനിക്കുണ്ടോ നീ കഴിച്ചു കൊള്ളാം നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമുക്കിനിയിപ്പം എങ്ങോട്ടാ പോണേ ഇനി? കോവളത്ത് പോണ അതെടുക്കണ്ട. അപ്പോൾ ഓക്കെ ബൈ ബൈ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ നേരെ തിരിച്ചു പോകും. ഈ തിരിച്ചു പോകുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാൻ കഴിച്ചു. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനിയിപ്പം പിള്ളേരൊക്കെ എല്ലാവരും ഒരുങ്ങി നമ്മൾ നേരെ കോവളത്തേക്ക് പോവുകയാണ്. അവിടെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതൊരു നല്ല കാഴ്ചകളുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇറങ്ങാം.